ഹലോ, ഇന്നൊരു ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് അച്ചാറാണെങ്കിലും നമ്മളത് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും സുരക്ഷിതം വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം പാത്രത്തിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ട ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റ്റൂട്ട് വെന്ത് കിട്ടും. ബീറ്റ്റൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവുക എന്നുള്ള സമയം മാത്രമേ നമുക്ക് അധികമായിട്ട് വന്നുള്ളൂ. ബാക്കിയെല്ലാം നിമിഷ നേരം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള പരിപാടികളുള്ളൂ. പൊതുവെ നമ്മൾ മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, നെല്ലിക്ക അച്ചാർ ഇതൊക്കെ ആയിരിക്കുമല്ലോ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. ബീറ്റ്റൂട്ട് അച്ചാറിടുകയാണെങ്കിൽ ഒത്തിരി ദിവസം വെച്ചിട്ടൊന്നും കഴിക്കേണ്ടി വരില്ല. നമുക്കത് എപ്പോൾ ഉണ്ടാക്കുന്നോ അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. എണ്ണയിൽ കിടന്ന് ബീറ്റ്റൂട്ട് വെള്ളമൊക്കെ വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടിന് ആവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നമ്മൾ എത്ര ബീറ്റ്റൂട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള എണ്ണ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. നല്ലപോലെ എണ്ണ കിടന്ന് ബീറ്റ്റൂട്ട് വഴണ്ട് വരണം. നല്ലപോലെ വരണ്ട ബീറ്റ്റൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാം കോരി മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പാത്രം നല്ലവണ്ണം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീ അല്പം കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കടുക് ഉലുവയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് തന്നെ കത്തി അത് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്. ഇത് നല്ലവണ്ണം പൊട്ടി വന്നു കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഇടത്തരം വലുപ്പത്തിലുള്ള 2 ബീറ്റ്റൂട്ട് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1 കുടം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണക്കിടന്ന് നല്ലപോലെ വഴണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നല്ലപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം ഞാൻ കായംപൊടി ചേർത്തിരുന്നു കേട്ടോ എണ്ണയിൽ തന്നെ മൂക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വീഡിയോ ആക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതുപോലെ കറിവേപ്പിലയോട് ചേർത്തതിന് ശേഷം ആദ്യമേ വഴറ്റി വാങ്ങി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ബീറ്റ്റൂട്ടിലേക്ക് നമ്മുടെ പൊടിയും കായപ്പൊടിയും കറിവേപ്പിലയൊക്കെ നല്ലപോലെ മിക്സായി യോജിപ്പിച്ചെടുക്കണം. അതിലേക്കിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. അതുപോലെ നമ്മളിനി ഈ ഉരുളിയിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ വിനാഗിരി ഒഴിക്കണം. ഇത് മാറ്റി കഴിയുമ്പോൾ ആണ് വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിൽ തന്നെ അച്ചാർ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്.